ഫെബ്രുവരി 12 വിശുദ്ധ എവുലാലിയ. ക്രിസ്തുവർഷം 291 സ്പെയിനിലെ ബാർസലോണയിൽ ജനനം, 304 മരണം. ഡയോക്ലീഷ്യൻ്റെയും മാക്സിമിയൻ്റെയും മതപീഡന കാലത്ത് സ്പെയിനിൽ മെരീദ എന്ന നഗരത്തിൽ ഒരു പ്രഭു കുടുംബത്തിൽ എവുലാലിയ ജനിച്ചു. ഭക്തരായ മാതാപിതാക്കന്മാരുടെ പ്രചോദനത്തിൽ ബാല്യകാലത്ത് തന്നെ ഒരു കന്യകയായി ജീവിക്കുവാൻ അവൾ പ്രതിജ്ഞ ചെയ്തു. എവുലാലിയായ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് മതപീഡന വിളംബരം മെരീദായിൽ പ്രസിദ്ധം ചെയ്തതും അത് നടപ്പിലാക്കാൻ റോമൻ ഗവർണർ കൽപൂർണിയൂസ് വന്നു ചേർന്നതും. ആപത്ത് ശങ്കയാൽ എവുലാലിയായുടെ കുടുംബാംഗങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലായിരുന്നുവെങ്കിലും രക്തസാക്ഷിത്വത്തിനുള്ള താല്പര്യത്താൽ പ്രേരിതയായി എവുലാലിയ തനിക്ക് നൽകിയിരുന്ന സഖി ജൂലിയായോട് കൂടി ഒരു രാത്രി മെരീദായിലേക്ക് പുറപ്പെട്ടു. ദീപമോ മാർഗദർശിയോ ഉണ്ടായിരുന്നില്ല. രാവിലെ കൽപൂർണിയൂസിൻ്റെ അടുക്കലെത്തി വിഗ്രഹാരാധന നിലനിർത്തുവാൻ ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നതിലുള്ള ദുഷ്ടത അവൾ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ധൈര്യം കണ്ട് ആശ്ചര്യഭരിതനായ പ്രീഫെക്റ്റ് ചോദിച്ചു, "നീ ആരാണ്?" "ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങയുടെ പ്രവൃത്തിയോട് ഭയങ്കര വെറുപ്പ് എന്നിൽ ഉളവാക്കിയിരുന്നു," അവൾ മറുപടി പറഞ്ഞു. "കുഞ്ഞെ, ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ?" അദ്ദേഹം ചോദിച്ചു. "ഗവർണറോട്," അവൾ ഒട്ടും കൂസാതെ മറുപടി പറഞ്ഞു. പല വാഗ്ദാനങ്ങൾ നൽകി അവളെ വശീകരിക്കാൻ കൽപൂർണിയൂസ് ശ്രമിച്ചെങ്കിലും അവൾ ഉറച്ചു തന്നെ നിന്നു. ജഡ്ജ് അവളെ മർദ്ദിക്കുവാൻ ആജ്ഞാപിച്ചു. മർദ്ദകർ അവളെ ഈയക്കട്ടയുള്ള ചമ്മട്ടി കൊണ്ട് അടിച്ച് വ്രണിതയാക്കി. അനന്തരം മുറിവുകളിൽ തിളച്ച എണ്ണ ഒഴിച്ചു. കത്തുന്ന പന്തങ്ങൾ ദേഹത്തിലും മാറിലും വെച്ചു. എല്ലാം നന്ദിപൂർവ്വം സഹിച്ചു. ഇത് കണ്ട് ക്രുദ്ധനായ ഗവർണർ അവളുടെ മാംസം ഇരുമ്പ് കൊളുത്തുകൊണ്ട് കീറിയെടുത്ത് എല്ലുകൾ നഗ്നമാക്കാൻ ആജ്ഞാപിച്ചു. എവുലാലിയ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, "ഈ വ്രണങ്ങൾ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കാൻ യോഗ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ അതിന് യോഗ്യയാക്കണമേ." ആ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന പ്രുദൻസിയൂസ് എവുലാലിയയുടെ രക്തസാക്ഷിത്വ ചരിത്രം കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. പ്രസ്തുത കവിതയിൽ മർദ്ദകർ പിന്നീട് അവളുടെ ചുറ്റും തീ കൂട്ടുകയാണ് ചെയ്തതെന്ന് വിവരിക്കുന്നു. ഉടനെ തലമുടി കത്തി അവസാനിച്ചു. അവൾ മരിച്ചു. ഒരു പ്രാവ് അവളുടെ അധരങ്ങളിൽ നിന്ന് പറന്നു പോകുന്നത് പ്രേക്ഷകർ കണ്ടത്രേ. 13 വയസ്സുള്ള കുട്ടിയുടെ ധീരമായ ഈ സഹനം നമുക്ക് ഒരു വെല്ലുവിളിയാണ്.